മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ആ രാജേഷേ, തേങ്ങ പിടിച്ചടാ. പഴയ പോലെ എണ്ണത്തിലേ ഒന്നും ഇല്ല. തെങ്ങിൻ്റെ ചോട്ടിലൊന്നും തൊടാഞ്ഞിട്ടൊന്നുമല്ല, നീ ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. എടാ, ഈ മണ്ടരി വന്നതിന് ശേഷം ഉണ്ടല്ലോ പഴയതുപോലെ എണ്ണ ഒന്നും ഇല്ല. ഇപ്പം പേരറിയാത്ത കുറേ രോഗങ്ങളും ഒന്നും പെട്ടിട്ടില്ലേ. ഞാനിപ്പോഴേ മോടെ വീട്ടിലാണ്. 65 വെച്ച് തേങ്ങ തരായിരുന്നു എൻ്റെ കയ്യിലില്ല. എടാ, ഈ 65 എടുത്തിട്ടേ നീ എറണാകുളത്തെ കൊണ്ടുപോയി 70, 80, 100 നോക്കിയല്ലടാ വയ്ക്കുന്നത്. എന്തോന്നാ? അതിന് എറണാകുളത്തോട്ട് അവിടെ നിന്ന് 1 മണിക്കൂർ ഓട്ടോ വല്ലേ ഉള്ളൂടാ. എനിക്ക് 70 കിട്ടണം. എടാ, ഞാനും നിൻ്റെ അച്ഛനും കൂടെ തേങ്ങ പൊതിച്ച് വണ്ടിയെ കയറ്റി കോട്ടയത്തും എറണാകുളത്തും ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പഴങ്കഥയൊന്നും പറയലടാ. എനിക്ക് 70 വെച്ച് തന്നെ കിട്ടണം. 2 ദിവസമായിട്ട് എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് വരും. അപ്പം സംസാരിക്കാം. ശരി ശരി. വിളിച്ചോ? രാജേഷ്. ഇടടാ, വയ്ക്കല്ലേടാ. പാൽക്കുട്ടിക്ക് ഇതിനോട് എന്താ പറയാനുണ്ടെന്ന്. ഹലോ രാജേഷങ്ങളെ, എന്നെ മനസ്സിലായോ? അപ്പൂപ്പന് വയ്യ. തേങ്ങയുടെ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചാൽ മതി. തേങ്ങയ്ക്ക് എത്ര രൂപയാ പറഞ്ഞേ? 65 രൂപയാ? 65 രൂപയൊന്നും പറ്റൂല, 70 രൂപ തന്നെ കിട്ടണം. അപ്പൂപ്പൻ പറഞ്ഞ പോലെ. നമ്പർ ഒന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല അങ്കിളെ. ഇനി അവിടെ വരുമ്പോ കാണാം. ചാച്ച, ബൈ ബൈ. അപ്പൂപ്പ 75 രൂപയ്ക്ക് കൊടുത്താ മതി. അപ്പൂപ്പ, അപ്പൂപ്പനെ രാജേഷങ്ങള് പറ്റിക്കുന്നയാ. ഇവിടൊക്കെ 1 കിലോ തേങ്ങയ്ക്ക് 100 രൂപയാ. അപ്പൊ തേങ്ങയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. அப்பா சாயா சக்கரை போடல. എന്താ പൂപ്പ കൈ കൊടയുന്ന? 2 ദിവസമായിട്ട് കൈക്ക് നല്ല വേദന പോലെ. പിന്നെ ഞാൻ വാഴയ്ക്ക് ഇത്തിരി തടവെടുത്തു. അപ്പോൾ തുടങ്ങിയ ഈ വലത്ത് കൈക്കൊരു വേദന. എന്താണെന്നറിയില്ല. அப்பா, இந்த மாதிரி வேலையெல்லாம் இப்ப பண்ணக்கூடாது. ஏதா வேலைக்கார வச்சு பண்ணலாமே. இப்படி பண்ணினா உங்க உடம்புக்கு தான் கெடுதல். മോളെ, ഈ പറമ്പൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത് കാണുമ്പോഴേ മനസ്സിനും കാട് പിടിച്ചതുപോലെ. അതുകൊണ്ട് അറിയാതെ ചെയ്തു പോകും. ഞാൻ തടവി തരട്ടാ? തടവി. കണ്ടോ, ആര് നോക്കാനില്ലെങ്കിലും എൻ്റെ പാറക്കുട്ടി എന്നെ നോക്കും. ആൾക്കാരെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ കേശു കഴിഞ്ഞ പിന്നെ മിടുക്കി ഇവള. ആരെ കണ്ടാലും ഒടനെ ചിലപ്പേരൊക്കെ ഇട്ട് വിളിച്ച് സോപ്പിട്ട് കയ്യിലെടുക്കുന്ന ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലേ ആന്റി? ആരെന്തു പറഞ്ഞാലും അങ്ങ് മൂളിക്കൊള്ളണം. എന്ത്? அப்படியெல்லாம் சொன்னாதான் இங்க இருக்க முடியும் ലച്ചു. കനകം, പടവലത്തുനിന്ന് കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇനി അത് തീർന്നിട്ട് വേറെ മേടിച്ചാൽ മതി കേട്ടോ. அம்மா, நேத்திக்கு நம்ம ஊறுகாய் தயிரெல்லாம் கொண்டு வந்தோம்ல, அதுவும் இருக்குல்ல? ഇരിപ്പുണ്ട്. அப்ப அது போதும். ഇന്നും പച്ചക്കറിയാണോ? പടവലത്തുനിന്ന് വന്നിട്ട് ചിക്കനും മീനൊക്കെ കഴിക്കാന്ന് വിചാരിച്ചാ അതും പോയി. മോക്കൊന്ന് ചിക്കൻ കഴിക്കണോ? വെള്ള ചിക്കൻ വേണോ അതോ നാടൻ ചിക്കൻ വേണോ? നാടൻ ചിക്കൻ തന്നെ വേണം, നല്ല എരിയും വേണം. അതാവുമ്പോ കടിച്ച് പറിക്കാലോ. അപ്പൊ പിന്നെ നാടൻ ചിക്കൻ തന്നെ ആയിക്കോട്ടെ. അയ്യോ, അതിന് ചിക്കൻ മേടിക്കാൻ പോകാൻ കേശു ഇവിടെ ഇല്ലല്ലോ. அதுக்கு என்னம்மா, நான் போயிட்டு வாங்கிட்டு வரேனே. മോൾ അതിന് ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ പോകുമോ? நான் நிறைய வாட்டி போயிருக்கேன். അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. കേശു എവിടെ പോയെന്നാ പറഞ്ഞു? അവരെന്തോ കോളേജിൽ നിന്ന് 3 ദിവസത്തെ ക്യാമ്പിന് പോയതാ. എന്ത് ക്യാമ്പ്? NSS ക്യാമ്പ് ഇല്ലേ, നാഷണൽ സർവീസ് ക്യാമ്പ്. അതിന്. അയ്യോ, എന്നാ പിന്നെ നമുക്ക് പോയിട്ട് വന്നല്ലോ ആന്റി. போலாம். എന്നാ പിന്നെ ഞാനും വരാം. അപ്പൊ ചിക്കൻ നോക്കി വാങ്ങിക്കാലോ. വേണ്ട, ഇവര് നോക്കി മേടിച്ചോളും. കുഞ്ഞു വെയിലത്ത് പോകണ്ട, ഇവിടെ ഇരുന്നാ മതി. അപ്പൂപ്പാ, അമ്മൂമ്മ പറഞ്ഞതല്ലേ ശരി. അപ്പൊ അമ്മൂമ്മ പറയുന്നത് കേട്ടാ മതി. മക്കള് ഇവിടെ തന്നെ ഇരുന്നാ മതി. ചേച്ചിയും കനകാന്റിയും കൂടെ പോയിട്ട് വരും. போலாம்.
കനക ആന്റി അല്ല നാടൻ കോഴി എന്നൊക്കെ പറയുമ്പോ എന്തായാലും ഏകദേശം ഒരു 300-400 ഒക്കെ ആവൂലേ? அதுக்கு என்ன அப்பா வந்து 1000 ரூபாய் வீசி இருக்காரு அதனால நம்ம வாங்கலாமே. 1000 രൂപയുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഐസ്ക്രീമും കൂടെ കഴിക്കാം. ஒரு ஃபலூடா சாப்பிடலாமா? ഫലൂടയാ? ആ മേടിച്ചേട്ടാ. അപ്പൂപ്പനെ മറ്റേ വെള്ളക്കോഴി കഴിക്കൂല, നാടൻ കോഴി കഴിക്കത്തുള്ളൂ. வெள்ளைக்கோழினா என்ன? ബ്രോയിലർ കോഴി ഇല്ലേ? ஓ என்னோட அப்பாவும் அப்படிதான், நாடன் கோழி மட்டும்தான் சாப்பிடுவாரு. ആണോ? ഈ കൊച്ചി ഇവിടെ നിന്ന് ഇതുവരെ പോയില്ലേ? കേശു ഇവിടെ വല്ല കാന്തവും വെച്ചിട്ടുണ്ടോ? വഴി കൂടെ പോണ പെമ്പിളേര് മൊത്തം ഇങ്ങോട്ടാണല്ലോ തന്നെ. வெச்ச மாதிரி தான் எனக்கு தெரியுது. ഹായ്. ഹായ് ചേച്ചി. ഹായ് ആന്റി. ഹായ്. പിറവത്തെ അമ്മയുടെ വീട്ടിൽ നിന്ന് എപ്പോ എത്തി? ഞാൻ രാവിലെ എത്തി. നിങ്ങളെപ്പെത്തി? ഞങ്ങളിന്ന് രാത്രി എത്തി. ഞാൻ ഇന്ന് പോവും. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല ഇന്നലെ നമ്മളെല്ലാരെയും കണ്ടതാണല്ലോ. എന്നാലും ഒന്നുകൂടെ കാണാൻ തോന്നി. கேசு இங்க இல்லையே, அவன் கேம்புக்கு போயிருக்கான். അത് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ അപ്പൂപ്പനും അമ്മൂമ്മയില്ലേ, അവരെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. പാറു അകത്തുണ്ട്. പാർക്കുട്ടീനെ ഒന്ന് കാണണം. കൊള്ളാം. എന്തായാലും ഓരോരോ കാരണമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഹരിത ചേച്ചി. ഹായ് പാറു. ഞാൻ ഇന്ന് ആരെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചു. നിങ്ങളെന്താ പോയില്ലേ? ഇവിടെ പോവാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാണ് ആയുർവേദ കൊച്ചിനെ കണ്ട്. അവന് പെട്ടെന്ന് പോ. അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും വിശക്കും. നീ എപ്പോ ചിക്കൻ വാങ്ങിച്ച് കറി വെക്കാനാ? അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വിശക്കൂന്നോ? അല്ല നിന്റെ കൊതി കാരണം അല്ല. ശരി നോക്കിട്ട് എന്നാ പിന്നെ നമുക്ക് പോയിട്ട് വരാല്ലേ? போலாம். നിങ്ങൾ ചിക്കൻ മേടിക്കാൻ പോവാണോ? നല്ല നാടൻ കോഴി. നാടൻ കോഴിയോ? നാടൻ കോഴി മേടിക്കുമ്പോ ശ്രദ്ധിക്കണം. എന്താ? നാടൻ കോഴി എന്ന് പറഞ്ഞ് തരുന്നപ്പോ ഗിരിരാജനാണ്. ഗിരിരാജന്? നാടൻ കോഴിക്ക് അധികം വെയിറ്റ് ഉണ്ടാവില്ല, പക്ഷെ ഗിരിരാജന് നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ ഗിരിരാജ് നാടൻ കോഴി അല്ലേ? അല്ലേ ചേച്ചി, ഗിരിരാജ് നാടൻ കോഴി അല്ല. அப்படின்னா கிரிராஜன் எங்களுக்கு வேண்டாம், எங்களுக்கு நாடன் கோழி மட்டும்தான் வேணும். ദേ വരുന്നൊരു ബ്രോയിലർ കോഴി. അലീന ഫ്രാൻസിസാ. ഞാൻ പറഞ്ഞില്ലേ ആന്റി, കേശു ഇവിടെ എവിടെയോ കാന്തം വെച്ചിട്ടുണ്ട്. இப்ப எனக்கு நம்பிக்கையா இருக்கு, காந்தம் இருக்கு. ചേച്ചി, ഈ കൊച്ചിനെന്താ രാവിലെ തന്നെ അവിടെ കാര്യം? തനിക്കെന്താ രാവിലെ ഇവിടെ കാര്യം? ഇവളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? അതിപ്പോ താനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറില്ലേ? ഇവള് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഷിഫ്റ്റ് ആയാ? താൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയാ? ഇല്ല. அவளோட கசினோட வீட்டுல தங்கறா. കസിനാ? അങ്ങനെ കസിൻ ശരിക്കുണ്ടോ? இருக்கு. ഉണ്ടോ? இருக்குதானே சொன்னா, நம்பலாம்டா. ആന്റി, സാറ്, ചേച്ചി, ഹായ്. വീട്ടിൽ ഇരുന്ന് ബോറടിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊന്ന് വരാം. നന്നായി. ചെറുവത്ത് നിന്ന ആള് വലിഞ്ഞു കയറി വാഴക്കാലെത്തിയാ? ചേച്ചി, നിങ്ങൾ മാർക്കറ്റിൽ പോവല്ലേ? അതെ. എന്നാ ഞാൻ കൂടി വരാം. ഞാൻ മേടിച്ച രംഗ നാടൻ കോഴീനെ. എന്റെ വീട്ടില് കോഴികളൊക്കെ ഉണ്ട്. വീട്ടിലെ കോഴിയൊക്കെ പറമ്പിൽ കൂടെ തന്നെ ഓടി കിടന്നോട്ടെ. അതല്ല, നല്ല ഇനം നാടൻ കോഴീനെ ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തരാ. ഓ അങ്ങനെ. ചേച്ചി, നിങ്ങൾ പുറത്തു പോവാ? നല്ല നാടൻ കോഴി മേടിക്കാൻ മാർക്കറ്റ് വരെ. എന്നാ ഞാനും വരട്ടെ. എവിടെ? മാർക്കറ്റില്. അവിടെ മീനിന്റെ വെള്ളവും മണമൊക്കെ ആയിരിക്കും. താൻ അവിടെ പോയിട്ട് ഛർദ്ദിക്കാൻ വരുന്നൊന്നും പറയരുത്. ഹലോ, ഞാനും മാർക്കറ്റ് പോവാറുണ്ട് കേട്ടോ. അത് വലിയ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? ഇത് ഞങ്ങൾ സാധാരണക്കാർ പോണ ചന്തയാണ്. ഈ ചന്തയിൽ ഞാനും ചോദിച്ചേട്ടും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുവാണെങ്കിലേ ചന്തയിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്ക്. അതാകുമ്പോഴത്തേക്കും മുഖത്തോട് മുഖം നോക്കി നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ചേച്ചി, ഇവിടെ ചില മുഖങ്ങൾ കാണേക്കാളും ഭേദം മാർക്കറ്റിൽ ചില ചത്ത മീനുകളെ മുഖം കാണുന്നതാ. അതെന്താ? മാർക്കറ്റിലെ ചത്ത മീൻ തന്നെ നോക്കി ചിരിക്കൂ? ഇല്ല, അത്ര വേണോ? എന്നാ ചേച്ചി നിങ്ങൾ മാർക്കറ്റിൽ പോയി വാ. ഉള്ളിലെ അമ്മൂമ്മയും അപ്പൂപ്പനുണ്ടല്ലോ, ഞാൻ അവരുടെ ഒപ്പം ഇരുന്നോളാം. ഓക്കെ. പോവാം. போலாம். ഞാൻ വരുന്നില്ല. ഇനി ഞാൻ വരുന്നില്ല. ഓ, ഇനി ഞാൻ വരുന്നില്ലെന്ന് അല്ല ഹരിത. എനിക്ക് ഈ നാടനും ഗിരിരാജൻ കൂടി നോക്കി മേടിക്കാൻ അറിയാൻ പാടില്ല, മാറിപ്പോവും.
ആ എനിക്കിടയ്ക്ക് നാടിനും ഗിരിരാജനൊക്കെ മാറിപ്പോവും. അല്ല പക്ഷെ എന്നെക്കാളും നന്നായിട്ട് നോക്കി മേടിക്കാൻ അറിയാവുന്നത് എനിക്കാണല്ലോ. ഞാൻ വരുന്നില്ല ചേച്ചി. താൻ വരുന്നുണ്ട്. ഞാൻ വരുന്നില്ല. ഞാൻ അപ്പൂപ്പന്റെയും അമ്മൂമ്മേന്റെയും കൂടി ഇരുന്നോളാം. അമ്മമ്മക്ക് ഇവിടെയുണ്ട്, നമുക്ക് വരുമ്പോ കാണാം. ബാ. ഞാൻ വരുന്നില്ല. പാവ ഹരിത ചേച്ചി തേഞ്ഞ്. അതൊന്നല്ല, ഡാഡിയുടെ കോമഡി പറയാ. അപ്പൊ കേട്ടോ, ഫോർ എക്സാമ്പിൾ ഡാഡിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിംഗ് ഫ്ലോപ്പായി. എന്നിട്ട് ഡാഡി വീട്ടിൽ വന്നിട്ട് മമ്മീനെ കുറെ വഴക്ക് പറയും. നീ എന്തിനാ കോൾ ചെയ്ത്, നീ എന്തിനാ ഇത് ചെയ്ത് അത് ചെയ്ത് പറഞ്ഞിട്ട് കുറെ വഴക്ക് പറയും. ദേഷ്യം തീർക്കാൻ വേണ്ടി പറയുന്നതാന്നേ. എന്നിട്ട് ലാസ്റ്റ് മമ്മീനെ കണ്ടുള്ളു പോയാ മമ്മി കുറെ തിരിച്ചു പറയും. എന്നിട്ട് ശരിക്കും കേട്ടാ ഡാഡി സൈലന്റ് ആവും. അത് അത്യാവശ്യം. അപ്പൂപ്പൻ കേട്ടോ, ഡാഡിക്ക് മമ്മീനെ വഴക്കേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലേ ഡാഡിക്ക് സെന്റി അടിക്കാൻ പറ്റൂ. എന്നിട്ട് ഡാഡി പറയും നിങ്ങളുടെ കാരണം ഞാൻ ജീവിക്കാനൊക്കെ മറന്നുപോയി. എന്നിട്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്കും മമ്മിക്ക് വിഷമാവും. എന്നിട്ട് ലാസ്റ്റ് ഞാനും അമ്മ ചെന്നിട്ട് ഡാഡീൻ്റെ തലയിൽ തടവി സമാധാനിപ്പിക്കും. എന്നിട്ട് ഡാഡി ഓക്കെയോ. കൊള്ളാം കൊള്ളാം, ഭയങ്കര സംഭവം തന്നെ. മോടെ വീട് ഇവിടെ? ഓ, ഞങ്ങള് ബാംഗ്ലൂർ ഫ്ലാറ്റിൽ താമസിക്കാം. ഡാഡിയും അമ്മയും നാട്ടിലെവിടെയാ? ഡാഡി കോട്ടയത്തിലുണ്ട്, അമ്മ ഗുജറാത്ത്. എന്നുവെച്ചാ അച്ഛൻ സ്റ്റാർട്ടിങ് ബിസിനസ് തുടങ്ങിയ ഗുജറാത്തിലാ. അപ്പൊ മമ്മി അവിടെ. അപ്പൊ വീട്ടിലേത് ഭാഷയാ സംസാരിക്കുന്നേ? ഞാനോ ഗുജറാത്തി, ഇംഗ്ലീഷ്, കന്നഡ, പിന്നെ ചില സമയത്ത് മലയാളം. അതാണ് എന്റെ മലയാളം ഇച്ചിരി കറക്റ്റ് അല്ലാതെ. അപ്പൊ ഗുജറാത്തി സംസാരിക്കാൻ അറിയാവോ? അപ്പൊ എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാവോ? എന്താ ചോദിക്കണ്ടേ? അമ്മൂമ്മ വല്ലതും കഴിച്ചോന്ന് എങ്ങനെയാ ചോദിക്കുന്നത്? ദാദി തമ്മി ജമീൽ ഇതു. ദാദി തമ്മി ജമീൽ ഇതു എന്ന് വെച്ചാ അമ്മൂമ്മ ഭക്ഷണം കഴിച്ചോന്ന്. ഓ, അപ്പൊ അപ്പൂപ്പനോടേ വീട് എവിടാന്ന് ചോദിച്ചേ? അപ്പൂപ്പന്റെ വീട് എവിടാന്ന് അറിയാല്ല, പടവലം. അതല്ല, ഗുജറാത്തി ചോദിക്കുന്ന കാര്യോ പറഞ്ഞേ. ചോദിക്കാം. ദാദാ തമ്മിക്ക് ആരോച്ചോ? പടവലം. അപ്പൂപ്പന് ഗുജറാത്തി അറിയോ? ഗുജറാത്തിയൊക്കെ അറിയും. അറിയാം, ഞാൻ ചോദിക്കുന്ന കേട്ടിട്ട് ചോദിക്കുവാ. അമ്മമ്മ ഇവിടെയുണ്ട്. എത്തിയാ? എത്തി. എന്തേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും കിച്ചണിലിട്ടോ. കിച്ചണിലിട്ടോളാനാ? ഞാൻ, അപ്പൂപ്പൻ, അമ്മമ്മ ഞങ്ങൾ എല്ലാരും സെറ്റായി. ഞങ്ങൾ കൊറേ സംസാരിച്ചു. അലീന ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. ലച്ചു, നീ വിചാരിക്കുന്നതല്ല, ഇവര് ഭയങ്കര ബിസിനസ്സുകാരാണെങ്കിലേ ഫാമിലിയിൽ ഭയങ്കര കോമഡിയാടി, നമ്മുടെ വീട്ടിലെ പോലെ. മൊത്തത്തിലൊരു കോമഡിയാ. ശരി ചേച്ചി, ഫാമിലി മുഴുവൻ നല്ല വിഷം കെട്ടുകാരാണല്ലോ. ഇന്നലെ തന്നെ കണ്ടില്ലേ, കയ്യിലും ബ്ലൗസൊക്കെ കൊടുത്തിട്ട് മണ്ണിൽ ചെരുപ്പില്ലാതെ നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും ആ ഡയലോഗ് കൊള്ളായിരുന്നു. ഏത് ഡയലോഗ്? മണ്ണി ചവിട്ടിയിക്കാൻ ഈ വേഷമാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ. നിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അവിടെ നിന്ന് അനങ്ങാനൊന്നും പറ്റുണ്ടാവില്ല. കിച്ചണിൽ ചെന്ന് ചിക്കൻ കറി ഉണ്ടാക്ക്. 20 அம்மா சிக்கன் கறி நான் வைக்கிறேன். അയ്യോ വേണ്ട, ചിക്കൻ കറി അമ്മൂമ്മ വെച്ചോളൂ. കോഴിപ്പായസം അല്ല ഉണ്ടാക്കാൻ പറഞ്ഞ, ചിക്കൻ കറിയാ. എല്ലാരും നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് ചെല്ലേ. പോ ചിക്കൻ കറി ഉണ്ടാക്കും. ആഹാ, മാഡം വരുന്നില്ല? ഇല്ല, എനിക്ക് അപ്പൂപ്പനോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാനുണ്ട്? കൃഷിയെ പറ്റി ഇച്ചിരി അറിയാനാ. ഓ, അങ്ങ് ബാംഗ്ലൂർ ഫ്ലാറ്റിലെ കൃഷിപ്പണി തുടങ്ങായിരിക്കും അല്ലേ? നിനക്കറിയാമോ, ഞങ്ങൾക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട് ബാംഗ്ലൂർ ഔട്ടറില്. എല്ലാം ഉണ്ട്, അതിന്റെ അഹങ്കാരം ഉണ്ടല്ലോ. അമ്മമ്മേ, അമ്മൂമ്മക്ക് വെറുതെ ഇരിക്കുന്ന നേരത്ത് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് സവാളയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചൂടെ? എല്ലാം എടുത്തവിടെ വെച്ചിട്ടുണ്ട്, അങ്ങ് ശരിയാക്കി എടുത്താ മതി. അത് ശരി. എന്നാ ബാ ആൻറ്റി, നമുക്ക് നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങാം. ஆமா அம்மா வரலையா? ബാ வா. അങ്ങ് ചോനറത്തലയിലെ എൻ്റെ വീട്ടിൽ അവിടെ ഒരു ജോലിക്കാരി ചേച്ചി വരുമായിരുന്നു. ആ ചേച്ചിയുടെ പേര് പത്മാവതി എന്നാ. ആ ചേച്ചി അയ്യോ ചിക്കൻ കറി വെക്കും, എന്തൊരു സ്വാദാന്നറിയാവോ അത്. അതുപോലെ ചിക്കൻ കറി വെക്കാൻ നമ്മൾ ഉച്ചയും കുത്തി നിന്നാലും പറ്റത്തില്ല. ഉച്ചയും കുത്തിയെന്ന് അല്ലെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒത്തില്ല, ഏറ്റില്ല പറഞ്ഞത്. അയ്യേ ചേച്ചി, അമ്മിപ്പോയി. സാരമില്ല പാറു, ഇനി അമ്മൂമ്മ അവസരങ്ങൾ ഉണ്ടാക്കി തരുമല്ലോ, ഞാൻ അടുത്തയിൽ പിടിച്ചോളാം.
ഇങ്ങനത്തെ അമ്മമ്മ ഞാൻ ശരിയാക്കൊള്ളി. വേണ്ട മോളെ, ഞാൻ ഞാൻ ശരിയാക്കാം. ലച്ചു മോടെ സ്നേഹം കണ്ടു പഠിക്ക്. സ്നേഹമൊക്കെ കണ്ടു, പക്ഷെ അത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല. ലച്ചു ചേച്ചി എന്താ അങ്ങനെ സംസാരിച്ചേ? ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് കാഷ്വലി പറഞ്ഞു. ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കള്ളമാണ്. അതല്ല, ഈ പാറുവിന് എന്നോടൊരു സ്നേഹമില്ല. അതാണോ സത്യം? അല്ല. ഒരുപാട് സ്നേഹിച്ചിട്ട് എന്തിനാ ചേച്ചി? ചേച്ചി പറയുമെന്ന് സത്യം പറ. പാവ അപ്പൂപ്പൻ ശരിക്കും പെട്ടിരിക്കും. അവൾ കത്തിച്ച് അപ്പൂപ്പനെ കൊല്ലും. ഒന്നാമത് അവൾ പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിർത്തടി പരദൂഷണകാരി. പരദൂഷണക്കാരിയാ? പരദൂഷണക്കാരി. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അത് മതി. പക്ഷെ ആരുദ്ദേശിച്ചാണെന്ന് മനസ്സിലായില്ല. അമ്മൂമ്മേനെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? എന്നെയോ? അല്ല. ഓ, അപ്പൊ കഥകാരിയുടെ ആയിരിക്കും അല്ലേ? അയ്യോ എന്നെയാ? ഓ, പാറുവിനെ. എന്നാ? ഓ, അപ്പൊ പിന്നെ എന്നെ ആയിരിക്കും. അല്ല ചേച്ചി. അതെ, നീ ആരും ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത്ര മണ്ടിയൊന്നല്ലേ? കണ്ട, ഞാൻ ആരെ ഉദ്ദേശിച്ച് ആളെ ഏറ്റെടുത്തിട്ട്. അലീനെ നിർത്തിക്കോ, ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എനിക്കും അതേ പറയാനുള്ളൂ. പവടലിൽ തുടങ്ങിയത് ആള്. പവടലല്ല, പടവലം. മനസ്സിലായില്ല? നീ ഉള്ളി വൃത്തിയാക്കടി. അമ്മുമ്മേ, ഇത് ശരിയാവില്ല കേട്ടോ. എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹമായിട്ടിരുന്നാ പോരായോ? എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? அம்மா அம்மா வருத்தப்பட வேண்டாம். அவங்க இப்படி எல்லாம் சொன்னாலும் ரொம்ப பாசமா இருப்பாங்க. പക്ഷെ ഇവർക്ക് 3 പേർക്കും ഇഷ്ടം കേശാട്ടനെ. ആ, എന്റെ കൊച്ചുമോനെ ആർക്കാ ഇഷ്ടമല്ലാത്ത? പിന്നെ ബാലുവിന്റെ എടുത്തിയാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ എൻ്റെ അച്ഛൻ്റെ സ്വഭാവമോ, എൻ്റെ അച്ഛൻ്റെ ഒരു തലയെടുപ്പുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ചോനർത്തല ഇരിക്കുന്ന അറിയാമല്ലോ. അത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കുമല്ലോ എൻ്റെ കേശുമോൻ, അല്ലയോ? അതെ. അമ്മുമ്മേ, നമ്മുടെ പടവലത്തെ തൊടിയിൽ എത്രമാത്രം ചെടികളാ! ഔഷധ ചെടി, ഇലക്കറി വെക്കാൻ പറ്റിയ ചെടികള് പിന്നെ ഇഷ്ടം പോലുണ്ട്. ആ, അശോക തെറ്റിയുണ്ട്, ജാതിക്ക, ചുണ്ടയ്ക്ക, മധുരച്ചീര, പിന്നെ അങ്ങനെ കൊറേ ഇല്ലേ? കുപ്പച്ചീര ഒക്കെ ഒരുപാട് ഇഷ്ടം പോലുണ്ട്. തഴുതാമയുണ്ട്, കൊഴുപ്പയുണ്ട്. അല്ലേ? ആ, എനിക്കതിൽ ഏറ്റവും ആശ്ചര്യം തോന്നിയത് രുദ്രാക്ഷമരം കണ്ടപ്പോളാ. അത് ശരിയാട്ടാ. നമ്മുടെ പടവലത്തെ രുദ്രാക്ഷത്തിന് മരമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. നമ്മുടെ പടവലം തൊടിയിൽ ചായമാൻ സംഘമായിട്ട് കൊറേ നിക്കണ്ടല്ലേ? ആ, ഇഷ്ടം പോലെ നിപ്പുണ്ട്. ഭയങ്കര ഔഷധ ഗുണമുള്ള ചെടിയല്ലയോ? ആ, അതൊരു കിടിലയിറ്റാ. ആ, അല്ല, ചാണക മനസ്സോ? അതെന്താ? ചാണക ലാനപ്പിണ്ടം. നിങ്ങൾ എല്ലാവരും എന്തിനാ ചിരിക്കണേ? അയ്യോ, വെറുതെ അങ്ങ് ചിരിച്ചു പോയതാ മോളെ. ആ, എനിക്ക് മലയാളം വരെയൊക്കെ അറിയില്ല. എല്ലാരും കളിയിലാക്കണേ അല്ലേ ചേച്ചി? ഫീലായാ? ആൾക്ക് നേരത്തെ വിവരം ഉണ്ടായില്ല. നിങ്ങൾ എല്ലാവർക്കും വിവരമില്ലാതെ ആയ. ഹരിത ചേച്ചിക്ക് വിവരമില്ലെന്ന്. അയ്യേ, ഇത് എന്നെ കണ്ടി. എന്താ? അല്ല, ഇതൊന്ന് സ്ലോ മോഷനിൽ പറയാനാ ഉദ്ദേശിച്ചത്. ഇത് എന്നെ കണ്ടീച്ചേ. എന്റെ കനകാൻറ്റി ഗുജറാത്തിൽ എന്തോ ചീത്ത വിളിച്ചതാ. ആണോ? അത് എനിക്കെന്നെ മനസ്സിലായേ. അല്ലാതെ ചേച്ചി എടുത്ത് അലീന ചേച്ചി എന്തോ പറയാനാ? എന്താ? അതിന്റെ അർത്ഥം എന്താ? ഗാന്ധിച്ചി അല്ലേ? ആടാ പറ, എന്തായി? ക്യാമ്പിലെത്തിയോ? ഫ്രീ ആയിപ്പോ? കഴിച്ചോ എന്തെങ്കിലും? ആണല്ലേ, ഇവിടെ ദേ കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ. ഇവിടെ എന്താ? ആ, ഇവിടുത്തെ വിശേഷം അടിപൊളിയാണ്. എടാ, ആ ഹരിതയും മലിനയും എത്തിയിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ അടുത്തൊക്കെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും അലമ്പാണ്. ഈ ഹരിത വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല നാക്കാ കൊച്ചിന്. ആ, തലയൊക്കെ പൊക്കി തുടങ്ങി. നമ്മുടെ അടുത്തല്ല, അലീനയുടെ അടുത്ത്. ആടാ, ഇനി നീ മെർലിനെയും കൂടെ പറഞ്ഞു വിടും. ഇനിയിപ്പോൾ അതിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ. എനിക്കറിയാൻ പാടില്ല, അപ്പൂപ്പനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ശരി എന്നാ, ഞാൻ വിളിക്കാം. ഓക്കെ. ചേച്ചി കഴിക്കാനായ? ഒരു 10 മിനിറ്റ്. പപ്പടം മറക്കണം,
പിന്നെ ആ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ട് വെക്കണം, അത്രേ ഉള്ളൂ. ചിക്കൻ ആകെ 2.5 കിലോ ഉള്ളു. ഇപ്പൊ ആള് കൂടി. എന്റെ പൊന്നെ പാറു, ഞങ്ങളൊന്നും തിന്ന് തീർക്കൂല. ഓ കണ്ടായിരുന്നു പടവെടുത്ത് വെച്ച് കപ്പയും ചമ്മന്തിയൊക്കെ നന്നായിട്ട് തിന്നുന്നത്. പാറു ആ சாப்பாடு ரெடி. இப்ப எடுக்கவா இல்ல அப்புறமா? നമുക്കിപ്പോ തന്നെ കഴിക്കാം. എനിക്കിപ്പോൾ ഇവിടുത്തെ ചിക്കൻ കറി കഴിക്കാൻ നല്ല കൊതി വരുന്നുണ്ട്. ഇവിടുത്തെ ഫുഡ് ഇച്ചിരി സ്പൈസി ആണെങ്കിലും പൊളി ടേസ്റ്റാ. എങ്ങനെ ടേസ്റ്റ് ഇല്ലാതെ ഇരിക്കും? പടവലം ഭവാനിയമ്മയല്ലേ ഉണ്ടാക്കുന്നേ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴിച്ചു പോകാറുണ്ടാവില്ലേ ചേച്ചി? ആ, ഞാൻ വരാറുണ്ട്, കഴിക്കാറുണ്ട്. നിന്റെ വീട്ടിലല്ലേ വരണേ, നിനക്കെന്താ പ്രശ്നം? ആടി നീ എന്റെ വീട്ടിലോട്ട് വാ, നിന്നെ സ്വീകരിക്കാ. ഞാനാ നിന്റെ വീട്ടിലാ? അയ്യേ, അതെടി എനിക്കൊരു അയ്യേ. നീയല്ല പറഞ്ഞ നിന്റെ വീട്ടിൽ പൂച്ചയും പട്ടിയും കോഴിക്കാട്ടം. അത് ഞാൻ വരില്ല. കോഴിയുടെ മുട്ട നീ തിന്നാറില്ലേ? ആ കോഴീനെ വെട്ടി ഇറക്കി തിന്നാനല്ലേ നീ ഇവിടെ നിൽക്കുന്നേ? എന്നിട്ട് അവക്ക് പുച്ഛം. അത് കറക്റ്റ്. കണ്ടു വെച്ചി പണക്കാരിയെന്നുള്ള അഹങ്കാരം പുറത്തേക്കായിരുന്നേ. അഹങ്കാരോ? ചേച്ചി കണ്ട ചേച്ചിക്ക് അഹങ്കാരമൊന്ന് കുന്തം വിഴിയുന്നോളം നിൽക്കാതെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഞാൻ എന്നെ വിളിച്ചത് അഹങ്കാരിന്നാ? കുറെ നേരം എന്നെ അഹങ്കാരി എന്ന് വിളിക്കുന്നത്. லிச்சு நம்ம சீக்கிரமா சாப்பிடலாம், அதான் நல்லது. കഴിക്കാം. പിള്ളേരെ ഞാൻ ഒരു കാര്യം പറയാം. കഴിക്കാൻ നേരത്തെ അപ്പൂപ്പനെ അമ്മൂമ്മയുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ ഉണ്ടല്ലോ സ്വഭാവം മാറും കേട്ടാ. നിങ്ങൾക്ക് അപ്പൂപ്പനെ അറിയാൻ പാടാത്തത് കൊണ്ടാ. അപ്പൂപ്പന് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, ടെററാണ്. അതൊന്നും ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചേച്ചി. ഇവക്ക് എന്താ അപ്പൂപ്പൻ എന്താ അമ്മൂമ്മ? പണം പണം പണം, ആ ഒരു ചിന്തയുള്ളൂ. നിർത്തണി നീ സംസാരം. എവിടുന്ന് വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ ഭരിക്കുന്ന? അയ്യോ വലിഞ്ഞേറി വന്നത് ഞാനല്ല, നീയാ. നീ അങ്ങ് ബാംഗ്ലൂരിൽ പൊടി. അപ്പൂപ്പനെ അമ്മൂമ്മേനെ സോപ്പിടാൻ വേണ്ടി എന്തൊരു അഭിനയാ. അഭിനയൊന്നും ഞാനാ അഭിനയോ? ആ നല്ല ബോർ അഭിനയം. നിനക്കിതൊക്കെ എങ്ങനെ പറ്റുന്നു? കഷ്ടം. കൊറേ കേട്ടാ പറഞ്ഞിട്ട് ഇനി എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാ നിന്നെ ശരിയാക്കും ഞാൻ. എന്റെ ടെമ്പർ പോകുന്നുണ്ട്, അതുകൊണ്ട് 2 മര്യാദയ്ക്ക് നിർത്തിക്കോ. ஹரிதா உங்ககிட்ட நீ நிறுத்திக்கோ. ഞാനല്ല വിള. നീയല്ലേ തുടങ്ങിയ? നീയല്ലേ തുടങ്ങിയേ? നീയാണ് ശരിക്കും തുടങ്ങിയ. നീയാ ശരിയാക്കുന്നു പറഞ്ഞേ. പോണത് നീയാണ് തുടങ്ങിയ. നീയാണ് ശരിയാക്കുന്നു പറഞ്ഞേ. നീയല്ലേ ശരിയാക്കുന്നു പറഞ്ഞേ. എന്താണ്? നീയല്ലേ ശരിയാക്കുന്നു പറഞ്ഞേ. വിട് ചേച്ചി. വിടൂല. വിടൂലേ? മേഡം എനിക്ക് ആയുർവേദം മാത്രല്ല കളരി അറിയാം. വിട് ചേച്ചി, വിടാൻ പറ. എന്റെ കൈ പിടിച്ച് തിരിച്ച പൂപ്പ. മോളെ ഇല്ല പപ്പ, ഞങ്ങൾ വെറുതെ കളരി പ്രാക്ടീസ് ചെയ്ത. അല്ല പൂപ്പ, ലച്ചു ചേച്ചി കണ്ട്. നിങ്ങളത് വീട് വാ, എനിക്ക് വിശക്കണ്. അല്ല, ആദ്യം എന്നെ ഉപദ്രവിച്ച് സമാധാനം പറയട്ടെ. കുറെ നേരമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ ലച്ചുവിന്റെ പ്രശ്നം? അത് ഇവരെന്തോ തമാശക്ക് എന്തോ ഒരു പ്രശ്നം. തമാശയ്ക്ക് പ്രശ്നവും? ആ, തമാശക്കുള്ള പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. അല്ല, നിങ്ങൾ കുട്ടികളല്ലേ, കൂട്ടുകാരല്ലേ? പിന്നെ ഭയങ്കര കൂട്ടുകാരാ. ഈ അടുത്തല്ലേ പരിചയപ്പെട്ടെ, തിക് ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അതുകൊണ്ട് മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി അപ്പൂപ്പ, ഇളക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി പപ്പ. മനസ്സിലായല്ലോ. ആ, അപ്പൊ ഇനി മേലെ ഇങ്ങനൊന്നും ആവർത്തിക്കരുത്. രണ്ടുപേരും സന്തോഷത്തോടെ കൈ കൊടുത്താൽ കൊടുക്ക്. കൊടുക്കടി അങ്ങോട്ട്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.